ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എത്ര ഒരു പ്രശ്നമുള്ള ഒരു സംഭവമാണോ? ഈ കൊളസ്ട്രോൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 100 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുമോ? ഹൈ കൊളസ്ട്രോൾ അത് എൽഡിഎല്ലും നോക്കണ്ട, എച്ച്ഡിഎല്ലും നോക്കണ്ട. നിങ്ങൾ ഗ്ലൂക്കോസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് 100 വയസ്സ് വരെ ജീവിക്കാം. ഇത് ഞാൻ പറയുന്നതല്ല. റീസെന്റ് ആയിട്ട് നടന്ന സ്വീഡനിൽ നിന്നൊരു കോഹോർട്ട് സ്റ്റഡിയിൽ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഗ്ലൂക്കോസ് കൺട്രോൾ ഉള്ള ഒരാൾക്ക് 100 വയസ്സ് വരെ ഹൈ കൊളസ്ട്രോൾ വെച്ച് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഗ്ലൂക്കോസ് ആൻഡ് ഇൻസുലിൻ എക്സ്പേർട്ടായ ഡോക്ടർ ബെഞ്ചമിൻ ബിഗ്മൻ ഈ അടുത്തുണ്ടായ സ്റ്റീവൻ ബാർലെറ്റുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ ജസ്റ്റ് ഒരു ക്ലിപ്പ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. They found that some of the longest living humans had high cholesterol levels. That's right. That's what the Sweden study found, for example. The paper just published a year or so ago. They had good glucose control and high cholesterol. I'm a great defender of cholesterol. It is a molecule of life. And so much depends on it. Mitochondria, for example. Mitochondria have to have a cholesterol molecule in them in order to work. All sex hormones are built on cholesterol. It's no surprise if someone takes a cholesterol-lowering medication, their sex hormones go down. This is why some men experience such terrible loss of libido, because he's becoming low testosterone because of the war on cholesterol. But there's good and bad cholesterol, right? കൊളസ്ട്രോൾ എന്ന് പറയുന്ന മോളിക്യൂള് നമ്മുടെ ബോഡിയിൽ വഹിക്കുന്ന റോള് ചെറുതല്ല. കൊളസ്ട്രോൾ അല്ല ആക്ച്വലി നമ്മളെ വില്ലനായിട്ട് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഓരോ അസുഖത്തിന്റെയും കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്ന് ഇൻസുലിൻ സെൻസിറ്റീവ് ആവുന്നോ അന്ന് നമ്മുടെ അസുഖങ്ങൾ മൊത്തം ഇല്ലാതെയാവും. ഇൻസുലിൻ സെൻസിറ്റീവ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യമേ ഒന്ന് സീഡ് ഓയിൽസ് കട്ട് ചെയ്യുക, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സുകൾ ഒഴിവാക്കുക, അൺപ്രോസസ്ഡ് ആയിട്ടുള്ള റിയൽ ഫുഡ്സ് മനുഷ്യൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കഴിച്ചു തുടങ്ങുക, ജങ്ക് ഫുഡ്സിൽ നിന്നൊക്കെ വിട്ട് വെക്കുക, അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോവുക, ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, അതും ആനിമൽ ബേസ്ഡ് ഫുഡുകളിൽ നിന്ന് തന്നെ കഴിക്കുക. എന്ന് നമ്മുടെ ആൾക്കാർ ആനിമൽ ബേസ്ഡ് ഫുഡ് കഴിച്ചു തുടങ്ങുന്നു, എല്ലാ അസുഖങ്ങൾക്കുള്ള ഹീലിങ്സും നമുക്ക് കണ്ടു തുടങ്ങാവുന്നതായിരിക്കും. ഇപ്പോഴും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഹൈ പ്രോട്ടീൻ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ആവുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.